ഇവിടെ പോലീസിന് എന്ത് വില? പോലീസിൻ്റെ ധാർമ്മികമായ ബാധ്യത എന്താണ്? ഇന്ന് ഇവിടെ കാണിക്കുന്ന പോലീസുകാരൻ്റെ പ്രവർത്തനവും അവരുടെ ധാർമ്മിക ബാധ്യതയും തമ്മിൽ എന്തും പുലകളി ബന്ധമാണ്? ഏതടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്കൊരു സമാധാനം? ഇവിടെ സമാധാനം ഉണ്ടോ ഈ നാട്ടിൽ? എത്ര ദിവസമായി കത്തിക്കാളുകല്ലേ ഈ സംസ്ഥാനം? അടി കൊള്ളയിടത്ത് വീണ്ടും വീടടിച്ച് പൊളിക്കുന്നു, തകർക്കുന്നു, വണ്ടി അടിച്ച് കയറ്റുന്നു. എവിടെയാണ് ഈ സംസ്ഥാനത്ത് ഇതുപോലെ മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ്? അതിന് മുകളിലിരിക്കുന്ന പിണറായി വിജയൻ്റെ മനസ്സിന് അനുസരിച്ച് താഴെത്തട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഉണ്ട്, അല്ല നാട്ടുകാരൻ ശശിയാണ് കൺട്രോൾ ചെയ്യുന്നത്. DGPക്കൊന്നും ഒരു അധികാരവും ഇല്ല, DGPക്കൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. അവസാന വാക്ക് P ശശിയുടെ വാക്കായി കേരളത്തിലെ ക്രമസമാധാനം താണുപോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കൂ. ഇത് മാറണമെങ്കിൽ ശശിയും മാറണം, അതുപോലെ പിണറായി വിജയനും മാറണം. അതല്ലെങ്കിൽ പോലീസിൻ്റെ മനസ്സ് മാറണം. പോലീസിൻ്റെ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്ന് തീരുമാനമെടുക്കാനുള്ള നട്ടെല്ല് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെടുത്താൽ ഇത് മാറും. പക്ഷേ അവർക്ക് അതിനുള്ള തൻ്റെ ഇടമില്ല, നട്ടെല്ലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കലാപത്തിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ ഇത്രയും സീനിയർ ലീഡേഴ്സ് പോകുന്നിടത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കും തോന്നുന്നുണ്ടോ? ഞങ്ങൾ കലാപകാരികളൊന്നുമില്ലല്ലോ. ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്. ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ഉള്ള സമരമുറകൾക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. പക്ഷേ ബാക്കിയുള്ളത് ഞങ്ങൾ നേരെ അടിച്ചേൽപ്പിച്ചാൽ അടി കൊള്ളുക എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളെ കുട്ടികൾ എന്ത് അക്രമം കാണിച്ചത്? കൊടി കാണിച്ചതോ? അല്ല താനിട്ടതുപോലെ ഒരു കറുത്ത ഷർട്ടിട്ടതോ? എന്താ ഞങ്ങളെ കുട്ടികൾ ചെയ്ത കുറ്റം? അവർ വടി കൊണ്ടുവന്ന് അടിച്ചോ? അവർ വാളെടുത്ത് വീശിയോ? അവർ ബോംബ് പൊട്ടിച്ചോ? അവർ കല്ലെറിഞ്ഞോ? എന്ത് ചെയ്തു? അവർ മുദ്രാവാക്യം വിളിച്ചു, അവർ കറുത്ത കൊടി കാണിച്ചു, കറുത്ത ഷർട്ടിട്ട് യാത്ര ചെയ്തു. അതിലെന്താ തെറ്റ്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ അവകാശമില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ ചെയ്താൽ ആ പോലീസുകാർ അവരെ ലാത്തിയിട്ടടിക്കാനും വണ്ടി ഇടിച്ച് കാല് മുറിക്കാനും ഒക്കെയാണോ ഈ രാജ്യത്തെ സംവിധാനങ്ങൾ? ഇവിടെ ഒരുപാട് വർഷം ജീവിച്ചവരല്ലേ ഞാനും നിങ്ങളും ഒക്കെ. ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊന്ന് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മുഖ്യമന്ത്രി, ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇയാൾ മാത്രമല്ലല്ലോ, വേറെയും പലരും ഭരിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. അവരുടെ കാലത്ത് പോലും ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രത്യേകതയാണ് പിണറായി വിജയന്റെ പ്രത്യേകത. ആ പ്രത്യേകതയുടെ പരിവേഷമാണ് ഈ കാണുന്ന വേഷങ്ങളും സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങൾ അക്രമത്തിലേക്ക് പോകുന്നവരല്ല, ഞങ്ങൾ അക്രമം കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല, ഞങ്ങൾ ഇത് ജാഥയ്ക്കുന്ന അക്രമം നടത്താനുമല്ല. സമാധാനത്തിൻ്റെ ജാതിയും ഞങ്ങൾ പറ്റുമെങ്കിൽ DGPയുമായൊരു സംസാരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിച്ച് പിരിയും. മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. സീനിയർ ലീഡേഴ്സ് ഇപ്പോൾ സംസാരിച്ചിട്ടേ ഉള്ളൂ. ആ തീരുമാനത്തിലാണ് പാർട്ടി ഇപ്പോൾ ജാഥ നയിക്കാൻ വേണ്ടി പോകുന്നത്.